വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു കക്ക ഫ്രൈ ചെയ്യാം. അതിനായി ഷെല്ലോട് കൂടിയിട്ടുള്ള കക്ക ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു കലം ചൂടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കിതിനെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ചൂട് തട്ടുമ്പോഴേക്കും ഈ ഷെല്ലെല്ലാം ഓപ്പണായി വന്നിട്ടുണ്ടാവും. അതിൽ നിന്നും നമുക്ക് ഓരോ കക്ക ഇറച്ചിയായിട്ട് അതിനെ വേർതിരിച്ചെടുക്കണം. ഇതുപോലെ ഇരിക്കും കാണാനായിട്ട്. ഇനി നമുക്ക് അവ ഓരോന്നും ഷെല്ല് മാറ്റി കക്കയിറച്ചി മാറ്റി വയ്ക്കാം. ഇനി അതിലേക്കായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കുടം വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 3 പച്ചമുളക്, മീഡിയം വലുപ്പത്തിലുള്ള 3 സബോള, പിന്നെ ചിരകിയ തേങ്ങ 1 കപ്പ്, കറിവേപ്പില കുറച്ച്, പിന്നെ നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പ്, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പെരുംജീരകത്തിൻ്റെ പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ആദ്യം തന്നെ നമുക്ക് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് വഴറ്റുക. സബോള ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ നമ്മൾ കക്കയിലേക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള എല്ലാ മിശ്രിതങ്ങളും നന്നായി യോജിപ്പിച്ച് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഈ സബോളയിലേക്ക് നമുക്ക് ഈ യോജിപ്പിച്ച് വെച്ച കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. ചിരകിയ തേങ്ങയും ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി യോജിപ്പിക്കുക. ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അതിനുശേഷം വീണ്ടും അടപ്പ് മാറ്റി നമുക്ക് ഇവയെ വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് തേങ്ങയെല്ലാം മുരിയുന്നത് വരെ, മസാലകളെല്ലാം യോജിക്കുന്നവരെ നന്നായി ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് കക്കയിറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇവ നല്ല രീതിയിൽ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല മെറൂൺ കളർ അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് കളർ ഒക്കെയായി കക്കയിറച്ചി മുരിഞ്ഞു വരും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.